ഹലോ എവരിവൺ, ബ്രെഡ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് റെസിപ്പിയാണിത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ക്യാപ്സിക്കം, സവാള അരിഞ്ഞത്, ലെറ്റ്യൂസ്, കുക്കുംബർ, ടൊമാറ്റോ, പിന്നെ ക്യാരറ്റ് അരിഞ്ഞത്, ഇതെല്ലാം ഒരു 1/4 കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം. ഇനി കട്ട് ചെയ്ത വെജിറ്റബിൾ എല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വെജിറ്റബിൾ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇത് ഉണക്കമുളക് മിക്സിയിൽ പൊടിച്ചതാണ്. ഇനി ഞാൻ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു സോസാണ്, സാൻഡ്വിച്ചിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോസാണ്. ഇതൊരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. അത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് സാൻഡ്വിച്ചിലൊക്കെ ചേർക്കുന്ന ഒരു സ്പ്രെഡാണ്. ഇത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, എല്ലാ കടയിലും കിട്ടും. ഇതിന് പല ഫ്ലേവറിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതിന് പകരം മയണൈസ് ഇട്ടാലും മതി. ഇനി എല്ലാം കൂടി വെജിറ്റബിളും സോസും എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബ്രെഡ് ഒന്ന് നമുക്ക് നല്ലപോലെ ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ബ്രെഡിൻ്റെ സ്ലൈസിൽ നല്ലപോലെ ബട്ടർ തേച്ച് കൊടുക്കാം. ഇനി ഇത് ഓരോന്നും ബട്ടർ തേച്ച് കൊടുത്ത് നല്ലപോലെ ടോസ്റ്റ് ചെയ്തെടുക്കണം. പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഓരോന്നും വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡ് ഇവിടെ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫില്ലിങ് വെച്ച് സാൻഡ്വിച്ച് സെറ്റാക്കാം. സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നും ഫില്ല് ചെയ്തെടുക്കാം. സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.